അപ്പോൾ ഇനി ഇതാ ഒന്നാം വേദി മോഹിനിമാർ കൈയടക്കിയ ഒന്നാം വേദിയിൽ നിന്ന് ഒരു മിടുക്കിയെ നമ്മളിതാ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ പേര്? പവിത്ര. പവിത്ര ഏത് സ്കൂളാണ്? സെന്റ് അഗസ്റ്റിൻസ് HSS ആരൂർ. ആരൂര്, ആലപ്പുഴ അല്ലേ? ആലപ്പുഴയിൽ നിന്നുള്ള ഒരാൾ ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ലായിരുന്നു, ഇപ്പോഴാണ് കിട്ടിയത്. അപ്പോൾ പവിത്ര ഇതാ മോഹിനിയാട്ട മത്സരത്തിന്റെ റിസൾട്ട് വന്നോ? ഇല്ല, വന്നില്ല. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് മത്സരം? ഇല്ല, കഴിഞ്ഞു. അപ്പോൾ ഉടൻ വരും. അപ്പോൾ എ ഗ്രേഡിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് അല്ലേ? അപ്പോൾ ആ കാത്തിരിപ്പിനിടയിൽ ഒരല്പസമയം ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ചെറിയ പെർഫോമൻസ്. പ്രജാപതേ ദാരുണം ദക്ഷ പ്രജാപതേ ദാരുണം ദാക്ഷായണി നാഥ പരിഹാസം പ്രജാപതേ ദാരുണം ദാക്ഷായണി നാഥ പരിഹാസം ദക്ഷ 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 പ്രജാ. യെസ്, മനോഹരമായൊരു മോഹിനിയാട്ട പെർഫോമൻസ് ആണ് നമ്മൾ കണ്ടത്. അപ്പോൾ താങ്ക് യു. അപ്പോൾ എ ഗ്രേഡ് ഉണ്ടാവും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാ ആശംസകളും. താങ്ക് യു. അപ്പോൾ ഇതാ മോഹിനിയാട്ടം കഴിയുമ്പോഴേക്കും നമ്മുടെ പിറകിൽ ഒരു പറ്റം ദഫ് കലാകാരന്മാർ അണിനിരന്ന് കഴിഞ്ഞു. നമുക്കിപ്പോൾ ഒരു നാലാമത്തെ ദഫ് മുട്ട് കലാകാരന്മാരാണ്, ഐറ്റാണ് നമ്മുടെ മുന്നിൽ എത്താൻ പോകുന്നത്. ഏത് സ്കൂളാണ്? നിങ്ങൾ ഏത് സ്കൂളാണ്? സെന്റ് ജോസഫ് HSS മതിലകം. മതിലകം ഏത് ജില്ലയിലാണ്? തൃശ്ശൂർ ജില്ലയിൽ എന്ന് വെച്ചാൽ ആതിഥേയ തന്നെയാണ്. അപ്പോൾ ദഫ് മുട്ടിൽ നേരത്തെ പാവർട്ടി സ്കൂൾ വന്നു. അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് നിരവധി ടീം ഉണ്ടല്ലേ? രണ്ട് ടീമുണ്ട്. അപ്പോൾ ദഫ് മുട്ട് നിങ്ങൾ വിട്ടുകൊടുക്കില്ല? ദഫ് മുട്ട് മാത്രമല്ല, സ്വർണ്ണക്കൊപ്പം നിങ്ങൾ വിട്ടുകൊടുക്കില്ല, അങ്ങനെയാണോ? ഇല്ല, വിട്ടുകൊടുക്കില്ല. അപ്പോൾ നമുക്ക് ഒരു ദഫ് മുട്ട് കൂടെ കണ്ടുവരാം. യെസ്. ബിസ്മില്ലാഹി റഹ്മാനി അല്ലാഹു മുഹമ്മദ് നൂരി അല്ലാഹു ബുല്ലാഹി ഫിൽ ഖൽബി അഹ്മദുൽ താജുൽ അവ്വലി ബിസ്മില്ലാഹി റഹ്മാനി അല്ലാഹു മുഹമ്മദ് നൂരി അല്ലാ യാ മുറാദി യാ മുറാദി യാ മുറാദി യാ
കാത്തമല്ല വന്നലാൻ ഉൽഹുമൂമു ലൈസ അസ്ക മിൻക അസ്ലു കത്തു യാ ജദ്ദൽ ഹുസൈനി فعليك الله صلى دائما طول الدهور താങ്ക് യു. അപ്പോൾ തൃശ്ശൂരിലെ മതിലകം സ്കൂളിൽ നിന്നുള്ള ഒരു പറ്റം മിടുക്കന്മാരാണ് ഇവിടെ നമുക്ക് ദഫ്മുട്ട് അവതരിപ്പിച്ചത്. റിസൾട്ട് വന്നോ? മിടുക്കന്മാർ. ശരി, അപ്പോൾ നമ്മളിതാ രണ്ടാമത്തെ പകൽ അതിൻ്റെ അസ്തമയത്തിലേക്ക് കടന്നു കഴിഞ്ഞു. യെസ്, രണ്ടാമത്തെ പകൽ അതിൻ്റെ അസ്തമയത്തിലേക്ക് കടന്നു കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും ദിൽസിബ 24 വേദികളിൽ ഇപ്പോഴും നിറഞ്ഞ സദസ്സിൽ പ്രദർശനം എന്ന് നമ്മൾ പറയുന്നില്ല, മത്സരം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വേദികളും ഉണർന്ന് ഇങ്ങനെ ഓരോ പൂക്കളുടെ പേരുകളാണല്ലോ, പൂക്കൾ ഇങ്ങനെ പുഷ്പിച്ച് പരിലസിച്ച് മുന്നോട്ട്. നമ്മൾ ഇവിടെ ഇരുന്നിട്ട് ഈ 1 മണിക്കൂറിനകത്ത് എത്ര പെർഫോമൻസ് കണ്ടു, അത് മനോഹരമായ പെർഫോമൻസ്. അതാണ് സാംസ്കാരിക വൈവിധ്യങ്ങളുടെ നാടാണ് കേരളം എന്ന് നിങ്ങൾക്ക് അത് ഒന്ന് ഉറപ്പിക്കണമെങ്കിൽ കലോത്സവത്തിന് വരണം. തീർച്ചയായിട്ടും. മാത്രമല്ല ആ ഒരു വൈവിധ്യം ഉണ്ടല്ലോ, നമ്മളിപ്പോ ദഫ്മുട്ട് കണ്ടു, മോഹിനിയാട്ടം കണ്ടു, തിരുവാതിര കണ്ടു, വ്യത്യസ്തങ്ങളായ നൃത്താവിഷ്കാരങ്ങൾ, വ്യത്യസ്തങ്ങളായ എന്താ പറയുക ഇൻസ്ട്രുമെന്റൽ ഐറ്റംസ്, വ്യത്യസ്തങ്ങളായ നൃത്തകലാരൂപങ്ങൾ, അങ്ങനെ അനവധി ഐറ്റങ്ങൾ. ഇപ്പൊ ഗോത്രകലാരൂപങ്ങൾ. സത്യം പറഞ്ഞാൽ കലോത്സവ നഗരിയെ ഓരോ നിമിഷവും ഇങ്ങനെ ആവേശത്തിൽ ആറാടിക്കുകയാണ്. ഓരോ മത്സരവും ആളുകൾ ഇങ്ങനെ ചാർട്ട് നോക്കി കൃത്യമായിട്ട് ഏത് മത്സരം കാണണമെന്ന് തീരുമാനിച്ചു. കൺഫ്യൂഷൻ ഉണ്ട്. അതായത് അറ്റ് എ ടൈം ഒരുപാട് മത്സരങ്ങൾ, അതായത് ഇവിടെ സംഘഗാനം നടക്കുമ്പോൾ ഇവിടെ സംഘനൃത്തം നടക്കുമ്പോൾ അതേപോലെ ഒരു ഗ്ലാമർ ഐറ്റം ഒപ്പന അപ്പുറത്ത് നടക്കും. അപ്പോൾ വലിയ കൺഫ്യൂഷനാണ്. പക്ഷെ തെരഞ്ഞു പിടിച്ച് കാണാൻ ആളുകൾ എത്തിക്കൊണ്ടേയിരിക്കുന്നു. അത് തൃശ്ശൂരിന്റെ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനത്തിന്റെ ഒരു പ്രത്യേകത കൂടിയാണ്. അപ്പോൾ ആളുകൾ ഇപ്പോഴും അനുസ്യൂതം ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ആവേശക്കടലായി ഈ പൂരനഗരി മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകൾ കൂടിയാണ് കാണുന്നത്. ഇത് രണ്ടാമത്തെ ദിവസത്തെ കാഴ്ച മാത്രമല്ല, ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലും ഇത് തന്നെയായിരിക്കും ഈ കാഴ്ച, നമ്മൾ കാണാൻ പോകുന്ന കാഴ്ച എന്ന് നിസ്സംശയം പറയാം. അങ്ങനെ നമുക്ക് അവസാനമായ ഒരു മോഹിനി പെർഫോമൻസിലേക്കാണ്. നമുക്കൊരു വൈൻഡ് അപ്പ് ഷോ, ഒരു മോഹിനി. ഇതാ മോഹിനിയാട്ട മത്സരം കഴിഞ്ഞ് നേരെ ഒരാളെ കയ്യോടെ പിടികൂടിയിട്ട്. എന്താ പേര്? തീർത്ത. നേരത്തെ വന്ന ഒരാൾ പവിത്ര ആയിരുന്നു കേട്ടോ. മോഹിനിമാർക്ക് പറ്റിയ പേരാണ്. മോഹിനിമാർക്ക് പറ്റിയ പേരാണ്. മത്സരം കഴിഞ്ഞു അല്ലെ? റിസൾട്ട് വെയിറ്റിംഗ് ആണ്. അപ്പൊ എ ഗ്രേഡിനുള്ള വെയിറ്റിംഗ് ആണ്. അതിനുണ്ടല്ലോ ആ വെയിറ്റിംഗിന്റെ ഒരു പിരിമുറുക്കൊക്കെ ഉണ്ടല്ലോ, അത് ഇച്ചിരി ഞങ്ങളെ പ്രേക്ഷകർക്ക് വേണ്ടി ചെറിയൊരു പെർഫോമൻസ് ഉണ്ടോ? ശരിക്കും എന്നാലും നന്നായി പെർഫോം ചെയ്ത് കിട്ടുന്ന ഒരു വിശ്വാസമില്ലേ കൊണ്ട് കേട്ടോ. ശരി, അപ്പൊ നമുക്ക് പെർഫോം ചെയ്യാം. പാട്ട് റെഡി ആവുന്നതേ ഉള്ളൂ. അപ്പൊ എത്ര സമയം ആണ് നിങ്ങളുടെ ഈ ഒരു പ്രാക്ടീസിങ്ങിനൊക്കെ വേണ്ടി? എന്ന് തുടങ്ങിയതാണ് നൃത്തത്തിന്റെ പ്രാക്ടീസിംഗ് ഒക്കെ? ഞാൻ എല്ലാ കൊല്ലം ഭാഗ്യത്തോണ്ട് എല്ലാ കൊല്ലം സ്റ്റേജിലേക്ക് വരാൻ പറ്റും. പഠിക്കുന്നുണ്ട് ഇത്? ഞാൻ 3 വയസ്സ് തൊട്ട് പഠിക്കാൻ തുടങ്ങി. നാളെ പ്രാക്ടീസ് ചെയ്യുന്നതാണ്. അപ്പൊ പിന്നെ അയ്യോ അങ്ങനെയല്ല. ആരാണ് ഗുരുക്കന്മാരൊക്കെ? എന്റെ ഗുരു ആലപ്പുഴയിൽ നിന്നുള്ള RLV അഖിൽ കൃഷ്ണ പറഞ്ഞ മാഷാണ്. മാഷിന്റെ പുതിയ ഐറ്റം ആണിത്. അപ്പൊ എനിക്ക് ഭാഗ്യമുണ്ട്, എനിക്ക് തന്നെ ആദ്യമായിട്ട് കളിക്കാൻ പറ്റി. ഇപ്പൊ എത്രാം ക്ലാസ്സിലാ? ഞാൻ 12th. ഒരു വിഷമം കൂടെ ഉണ്ട് ഈ വർഷം. ഹൈസ്കൂൾ തലത്തിൽ വന്നിരുന്നു. ഞാൻ പങ്കെടുത്ത എല്ലാ വട്ടവും സ്റ്റേറ്റിലേക്ക് വരാൻ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അതാണ്. പക്ഷെ എന്തറിയോ, ഈ വർഷം ഒരു സങ്കടം കൂടി ഉണ്ട്. കാരണം ഈ കലോത്സവ വേദിയെ വിട്ടുപോകുക അത് വലിയ സങ്കടമുള്ള കാര്യമല്ലേ? പിന്നെന്താ, മിസ് ചെയ്യും തീർച്ചയായിട്ടും. എല്ലാവരും മാഷും എല്ലാവരും സാറല്ലേ. ഇനിയിപ്പോ നമുക്ക് ഹയർ എഡ്യൂക്കേഷൻ പോകുമ്പോൾ അവിടെയും യൂണിവേഴ്സിറ്റി കലോത്സവങ്ങളൊക്കെ കാണും. പക്ഷെ കലോത്സവത്തിന് അതെ സ്കൂൾ കലോത്സവം അത് വേറൊരു വൈബാണ് കേട്ടോ. അപ്പൊ എന്തൊക്കെ കലോത്സവം വന്നാലും ഇങ്ങനെ ഇപ്പൊ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം വരും അല്ലേ? ഈ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാ, രാവിലെയാണോ പ്രാക്ടീസ് ചെയ്യാറ്? അങ്ങനെയല്ല, ഡെയിലി പ്രാക്ടീസ് ചെയ്യണം, അല്ലെങ്കിൽ മാഷ് ചീത്ത. അതുകൊണ്ട് അല്ലാതെ ഓക്കെ. അപ്പൊ എങ്ങനെ എപ്പോഴെങ്കിലും ഇങ്ങനെ വിചാരിച്ചോ ഇത് ഞാൻ ഇങ്ങനെ ഒരു ഡാൻസർ ആവണം, അങ്ങനെ കുഞ്ഞുനാളിലെ ആഗ്രഹം ഉണ്ടായിരുന്നു? അതോ അങ്ങനെ ചെയ്തു പോയതുകൊണ്ടോ? എന്തെങ്കിലും ലൈക്ക് ഇവിടേക്കൊക്കെ എത്തുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഭാഗ്യമുണ്ട്, ഇവിടേക്ക് എത്തി. ഒക്കെ ഉള്ളതുകൊണ്ട് ഇവിടേക്ക്. ഫാമിലി വേറെ ആരെങ്കിലും കലാ ബാക്ക്ഗ്രൗണ്ട് ഇല്ല? ഫാമിലിയിൽ ആദ്യത്തെ കലാകാരിയാണ്. ഓക്കെ. അപ്പൊ മുൻപ് മത്സരിച്ചപ്പോഴേക്കും എങ്ങനെ ഉണ്ടായി? എല്ലാ വട്ടം ഉണ്ട്. ഇനി നാളെ കുച്ചിപ്പുടി ഉണ്ട്. വീട്ടിലാരെങ്ങനെ ഇൻസ്പിറേഷൻ എപ്പോഴും പറയാ നന്നായിട്ടുണ്ട് അല്ലെ, നന്നായി ചെയ്യണം ഇങ്ങനെ കലാരംഗത്ത്? എല്ലാവർക്കും, എന്റെ ഫാമിലി മൊത്തം എല്ലാം കാണാൻ വരാറുണ്ട്. അമ്മമ്മയായാലും മുത്തശ്ശനായാലും അച്ഛനും എല്ലാവരും വരാം. ഫാമിലി ആയിട്ടാണ് എല്ലാ മത്സരത്തിനും പോകുന്നത്. അതെ. ഇപ്പോഴും അങ്ങനെ
വന്നിട്ടുണ്ടോ? ആ എല്ലാവരും വന്നിട്ടുണ്ട്. അടിപൊളി. അപ്പൊ എല്ലാവരും മത്സരം കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും കാത്തിരിക്കണം. ഇവിടെ നമ്മൾ ഇത്ര നേരം ഈ വൈകുന്നേരത്തെ മനോഹരമാക്കിക്കൊണ്ട് നടന്ന പെർഫോമൻസുകൾ ഇവിടെ അവസാനിക്കുകയാണ് അല്ലേ? അതെ, വേദി 11 നാടക മത്സരം നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ വേദികളിലും ഇപ്പോഴും ഐറ്റങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ വേദികളിൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ സൂചി കുത്താൻ ഇടയിലുമില്ലാത്ത വിധം ആൾക്കൂട്ടം ഇങ്ങനെ നിരന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ എല്ലാ വേദികളിലും കാല ഇങ്ങനെ അടിച്ച് തിമർത്തി കയറി പൊട്ടി കയറട്ടെ. നമുക്ക് തൽക്കാലത്തേക്ക് ഇവിടെ അവസാനം നമുക്ക് തൽക്കാലത്തേക്ക് നിടാം. അപ്പൊ വീണ്ടും നാളെ വൈവിധ്യങ്ങളാർന്ന മത്സരങ്ങളും അതിന്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ബൈ നാളെ ഫോർ നൗ. കാലയിൽ വീണ്ടും പാക്കലാം.